ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനിക്ക് മുൻപായിട്ട് ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനായിട്ട് ഇതാ വെളുത്തുള്ളി കുറച്ചധികം തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. വെള്ളം ഉണ്ടാവരുത്, ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേട് വരും ഇതിന്. അപ്പോൾ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി പേസ്റ്റ് ആക്കേണ്ട ചതച്ചതാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കുക. ഇതിലേക്ക് വിനീഗർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതലൊക്കെ അരച്ച് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുത്താൽ കേട് വരില്ല കേട്ടോ പെട്ടെന്നൊന്നും. എന്നിട്ട് ഫ്രിഡ്ജിലോ സൂക്ഷിക്കുക. ഇനി അടുത്ത് ഇഞ്ചി ഇതേപോലെ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ വാർത്തിയെടുത്തതാണ്. 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ പേസ്റ്റ് ആക്കി എടുക്കുക. ഇതിലേക്കും വേണമെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അരച്ചത് ഒരു ബോട്ടിലാക്കിയിട്ടിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിക്കൽ നമുക്ക് കൂടുതൽ പണിയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് വെക്കാനോ ചിക്കൻ വെക്കാനോ സ്നാക്ക് റെഡിയാക്കാനൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ അടിയിലും മുകളിലുമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളി പെട്ടെന്ന് കേടാവില്ല കേട്ടോ. അപ്പോൾ അത് അരച്ച് വെക്കുന്നില്ല, ഞാൻ ഇതേപോലെ തൊലിച്ചിട്ട് റെഡിയാക്കി വെക്കാൻ. പിന്നെ വലിയ ഉള്ളി ഉണ്ടല്ലോ, അതും ഇതേപോലെ കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം വിയർത്തിട്ട് വരുമല്ലോ, അപ്പോൾ ആ വെള്ളം അതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 2 തേങ്ങ ചെറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില, 4 ഏലക്ക, 4 ഗ്രാമ്പു, 4 ചെറിയ പീസ് പട്ട, അതേപോലെ 5-6 അല്ലി ചെറിയ ഉള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. ഇതിലേക്ക് വലിയ ഒരു ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. കരിയാതെ തീ കുറച്ച് വെച്ച് വറുത്തെടുക്കുക. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. റവ എത്രയാണ് വേണ്ടത് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ആ റവയുടെ എല്ലാ ഭാഗത്തേക്കും നെയ്യാവുന്ന രീതിയിൽ ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി അതേ പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. ഇതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി വേറൊരു പാനിലേക്ക് നമ്മൾ സ്പൈസസ് ഉണ്ടല്ലോ, ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് അങ്ങനത്തെയൊക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുക. ഇതിലേക്കുള്ള കേടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പെട്ടെന്ന് കേടാവുന്നില്ല ഇങ്ങനെ ചൂടാക്കി വെച്ചാൽ. എന്നിട്ട് തണുത്തതിന് ശേഷം വേറെ ബോട്ടിലാക്കി വെക്കുക. ഇനി ബിരിയാണി മസാല ആയിട്ട് പൊടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചിട്ടും സ്റ്റോർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്ത് വെച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തത് കൊണ്ട് അപ്പോൾ ഇത് ഇനി ഇടാതിരിക്കാനും തോന്നിയില്ല, അപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. അതിനുള്ള കമൻറ്റ് എന്തായാലും അറിയിക്കുക കേട്ടോ.